പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ വടകര ടൗൺ ഹാളിൽ നടന്നു വരുന്ന കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്, ഒരു സെക്ഷനാണ് ഇവിടെ നടക്കുവാൻ വേണ്ടി പോകുന്നത്. റേഡിയോയുടെ രാഷ്ട്രീയം. മുൻപ് കാലങ്ങളെ അപേക്ഷിച്ചും ആനുകാലിക കാലത്തും ഏറെ പ്രസക്തിയും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഈ വിഷയത്തെ അധികരിച്ച് ഇവിടെ സംസാരിക്കുന്നത് ബഹുമാന്യനായ ശ്രീ KM നരേന്ദ്രൻ സാറാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കും. 1 മിനിറ്റിൽ സ്വാഗത പ്രസംഗം ഒതുക്കണം എന്നാണ് നമ്മൾക്ക് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം. അതുകൊണ്ട് ഞാൻ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി, ആധികാരികമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ KN നരേന്ദ്രൻ അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യം തന്നെ ഞാനൊരു നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഇവിടെ തുടങ്ങാൻ. എനിക്കിവിടെ സംസാരിക്കാനായി ഒരു അവസരം തന്ന ഈ ഫെസ്റ്റിവലിൻ്റെ സംഘാടകർക്കും, പ്രത്യേകിച്ച് കൽപ്പറ്റ നാരായണൻ, സതീശൻ ഇടക്കുടി, അങ്ങനെയുള്ളവർക്ക് എൻ്റെ പ്രത്യേക നന്ദി. അവരാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എനിക്ക് തന്ന വിഷയം എന്ന് പറയുന്നത് റേഡിയോയുടെ രാഷ്ട്രീയം. സാഹിത്യത്തിൽ ഇത്തരം വിഷയം ധാരാളമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോവലിൻ്റെ രാഷ്ട്രീയം, ചെറുകഥയുടെ രാഷ്ട്രീയം, ചന്തുമേനോൻ്റെ രാഷ്ട്രീയം, ഇങ്ങനെ രാഷ്ട്രീയം എന്നത് പിന്നാലെ വെച്ചുകൊണ്ട് നിരവധി ടൈറ്റിൽസ് നമുക്ക് ആലോചിക്കാവുന്നതാണ് സാഹിത്യ വിഷയങ്ങളിൽ. പക്ഷേ മിക്കവാറും അവിടെ ചെയ്യുന്നത് എന്താണ്? ഒരു സാഹിത്യകൃതിയുടെ പ്രമേയത്തെ നോക്കി അതിൻ്റെ രാഷ്ട്രീയം നമ്മളോട് പറയലാണ് പൊതുവേ സാഹിത്യ പഠനങ്ങളിൽ നമ്മൾ കാണാറുള്ളത്. ചന്തുമേനോൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ചന്തുമേനോൻ്റെ കൃതി ഏതെങ്കിലും ഒന്ന് എടുത്ത്, ഇന്ദുലേഖയോ ശാരദയോ എടുത്ത് അതിൻ്റെ രാഷ്ട്രീയം എന്തെന്ന് വിശകലനം ചെയ്യുന്നത് അതിൻ്റെ കഥാംശം നോക്കിയിട്ടാണ്, അതായത് പ്രമേയം നോക്കിയിട്ടാണ്. ഇങ്ങനെ പ്രമേയം നോക്കിയിട്ടാണ് പലപ്പോഴും നമ്മൾ സംഗീതത്തിൻ്റെ രാഷ്ട്രീയം കൂടി നമ്മൾ പഠിക്കാറുള്ളത്. ഉദാഹരണത്തിന് പഴയ നമ്മൾ പാട്ടുകൾ ഇപ്പോൾ P. ഭാസ്കരൻ്റെ ഒക്കെ പഴയ കാലത്തെ ആകാശവാണിയിലൊക്കെ പ്രക്ഷേപണം ചെയ്യുന്ന പാട്ടുകൾ, വാസ്തവത്തിൽ അവിടെ പാട്ടിനെയല്ല നമ്മൾ വിലയിരുത്താറുള്ളത്, പാട്ടിൽ എഴുതിയ ലിറിക്കിനെയാണ്, അതിൻ്റെ സാഹിത്യാംശത്തെയാണ്. എന്ന് വെച്ചാൽ അതിലെ പ്രമേയത്തെയാണ് നമ്മൾ അവിടെയും വിലയിരുത്തുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതെപ്പോഴും വിജയിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പഠനം എന്ന് പറയുന്നത് വളരെ ആഴം കുറഞ്ഞതാണ്. എന്താണ് കാരണമെന്ന് ഒരു ഉദാഹരണത്തിലൂടെ പറയാൻ പറ്റും. ഇപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് ആർട്ട് നമ്മുടെ മുമ്പിലുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ജാക്സൺ പൊള്ളോക്കിൻ്റെ ഒരു കലാസൃഷ്ടി ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. നിറച്ച് കുത്തും പുള്ളിയൊക്കെ ഉള്ള ഒരു തരം കലാസൃഷ്ടിയാണ് ജാക്സൺ പൊള്ളോക്ക് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ക്ലിഫോർഡ് സ്റ്റില്ലിൻ്റെ ഒരു കലാസൃഷ്ടി. ഇത്തരം കലാസൃഷ്ടികൾ നോക്കിയാൽ അതിൻ്റെ പ്രമേയം എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ക്ലിഫോർഡ് സ്റ്റില്ലിൻ്റെ ഒരു കലാസൃഷ്ടി എന്ന് പറയുന്നത് ഒരു 10-20 അടി നീളവും 10-20 അടി വീതിയുമുള്ള വലിയ ക്യാൻവാസിൽ ചായം വലിച്ച് ഒഴിച്ച പോലെ മുകളിൽ നിന്ന് താഴേക്ക് ചുവപ്പും താഴെ നിന്ന് മുകളിലേക്ക് നീല എറിഞ്ഞും ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള നിറങ്ങളാണ് അതിൽ കാണുക. അതിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കഥാംശം നമുക്കതിൽ കാണാൻ പറ്റില്ല. ദർ ഇസ് നോ നെറേറ്റീവ് ഇൻ ഇറ്റ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ രാഷ്ട്രീയം നമുക്ക് കണ്ടെത്താൻ പറ്റും? അല്ലെങ്കിൽ ഒരു ട്യൂൺ, ഒരു പാട്ടിൻ്റെ ട്യൂണല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ഇൻസ്ട്രുമെൻ്റൽ ട്യൂൺ, അത് കേട്ടിട്ട് ആ ഇൻസ്ട്രുമെൻ്റൽ ട്യൂണിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ പ്രമേയം മാത്രം നോക്കി രാഷ്ട്രീയം പറയുന്ന സാധാരണ വിമർശകർക്ക് അത് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പ്രമേയം നോക്കിയുള്ള രാഷ്ട്രീയം എന്നത് വിജയിക്കാത്ത ഒരു കാര്യമാണ്. വളരെ കുറച്ച് മാത്രമേ അതിന് വിജയസാധ്യതയുള്ളൂ. പക്ഷേ കേരളത്തിൽ നടപ്പ് രീതി എന്ന് പറയുന്നത് അതാണ്. നമുക്കത് മാറി റേഡിയോയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് മറ്റൊരു രീതി അവലംബിക്കാം. ഇവിടെ ഞാൻ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന സന്ദേശങ്ങളുടെ അല്ലെങ്കിൽ പ്രമേയത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് റേഡിയോ എന്ന മാധ്യമം തന്നെ ചെയ്ത രാഷ്ട്രീയം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. അതിൻ്റെ ഇപ്പോൾ റേഡിയോയിലൂടെ ഒരു പ്രഭാഷണം ചെയ്യുന്നു, ആ പ്രഭാഷണം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ്, ഇസ്ലാമിക രാഷ്ട്രീയമാണ് എന്ന മട്ടിൽ ആ പ്രഭാഷണത്തിൻ്റെ പ്രമേയം നോക്കിയുള്ള രാഷ്ട്രീയ പഠനം നടത്താം. അത് പതിവ് രീതിയാണ്. ഇവിടെ ഞാൻ ചെയ്യുന്നത് അതല്ല. റേഡിയോ എന്ന മാധ്യമം തന്നെ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മുടെ സമൂഹത്തിൽ കാലാകാലങ്ങളിൽ ചെയ്തത് എന്നതിനെക്കുറിച്ചൊരു ചിന്ത, അതിൻ്റെ തുടക്കമിടാൻ മാത്രമാണ് ഞാനിവിടെ കാണുന്നത്. നമുക്കറിയാം, ഈ
റേഡിയോയെക്കുറിച്ചുള്ള ഇത്തരം പഠനങ്ങളൊക്കെ ആരംഭിക്കേണ്ടത് അതിൻ്റെ ഒരു സാമാന്യ ചരിത്രം നമ്മുടെ മനസ്സിലുണ്ടായിട്ട് വേണം. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിന് ശേഷമാണ് റേഡിയോയെ സംബന്ധിച്ച സൈദ്ധാന്തിക പഠനങ്ങൾ ഒരു പക്വതയിൽ എത്തിയത്. സൈദ്ധാന്തിക പഠനങ്ങൾ എന്ന് വെച്ചാൽ റേഡിയോയെ സംബന്ധിച്ച പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ്സ്, ലബോറട്ടറിയിൽ വെച്ച് നടത്തിയ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ്സ് അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് റേഡിയോ തരംഗങ്ങൾ അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ, ആ തരംഗങ്ങളെ സംബന്ധിച്ച ഗവേഷണ പ്രബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഗണിതശാസ്ത്ര ഗവേഷണ പ്രബന്ധങ്ങൾ, അത് ധാരാളമായി വന്നു തുടങ്ങിയത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിന് തൊട്ട് ശേഷമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ഹെൻറിക് ഹേർട്സ് ആണ്. അതിന് തൊട്ട് മുമ്പ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലും ഉണ്ട്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന സ്കോട്ടിഷ് ശാസ്ത്രജ്ഞൻ 1864 എഴുതിയ പ്രബന്ധങ്ങൾ വളരെ പ്രസക്തമാണ്. ആ പ്രബന്ധങ്ങൾ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, വിദ്യുത് കാന്തിക തരംഗങ്ങൾ ഉണ്ട്. ആ വിദ്യുത് കാന്തിക തരംഗങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്, ആ വിദ്യുത് കാന്തിക തരംഗങ്ങൾ ഏതെല്ലാം തരത്തിലുണ്ട് എന്നിവയൊക്കെ കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധം, പ്രത്യേകിച്ച് ഗണിതശാസ്ത്ര സംബന്ധിയായ ഗവേഷണ പ്രബന്ധങ്ങളാണ് അദ്ദേഹം അന്ന് പ്രസിദ്ധീകരിച്ചത്. നിരവധി തരത്തിലുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ല ഉള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പ്രകാശം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. പക്ഷേ അതിൽ തന്നെ നീലയും പച്ചയും മഞ്ഞയും പല നിറങ്ങളുണ്ട്. പ്രകാശത്തിൽ ഇതെല്ലാം ഉണ്ട്. നമുക്കറിയാം വിബ്ജിയോർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ വിബ്ജിയോറിൽ 7 എണ്ണെങ്കിലും ഉണ്ട്. ആ 7 എണ്ണത്തിനപ്പുറത്ത്, അതായത് ചുവപ്പിനപ്പുറത്ത്, അതുപോലെ വയലറ്റിനപ്പുറത്തൊക്കെ ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും ഉണ്ട്. ഇതിനൊക്കെ പുറമെ എക്സ്റേ എന്ന് പറയുന്ന നമുക്കൊക്കെ അറിയുന്ന വൈദ്യുത് കാന്തിക തരംഗമുണ്ട്. അപ്പോൾ ഇത്തരം തരംഗങ്ങളിൽ ഒന്നാണ് റേഡിയോ വേവ്. അതും ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് സൈദ്ധാന്തിക രൂപത്തിൽ ആ ഗവേഷണ പ്രബന്ധത്തിൽ ആദ്യമായിട്ട് എഴുതിയത് സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനായ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. അപ്പോൾ നിരവധി തരത്തിലുള്ള റേഡിയോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പറഞ്ഞു. അതിൽ റേഡിയോ തരംഗങ്ങളുമുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ റേഡിയോ തരംഗങ്ങൾ സ്വന്തം ലബോറട്ടറിയിൽ ഉണ്ടാക്കാനൊന്നും ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിന് സാധിച്ചില്ല. അങ്ങനെ ഒരു ഉദ്ദേശവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അത് ആദ്യമായി ചെയ്തത് ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഹെൻറിക് ഹേർട്സ് ആണ്. ഹെൻറിക് ഹേർട്സ് ഏകദേശം 1870-കളിൽ ആണ് ഇത് ചെയ്തത്. അപ്പോഴേ അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ വികസിപ്പിക്കാൻ പറ്റിയുള്ളൂ. തൻ്റെ ഉപകരണങ്ങൾ കൊണ്ട് തൻ്റെ ലബോറട്ടറിയിൽ വെച്ച് അദ്ദേഹത്തിന് കൃത്രിമമായി റേഡിയോ തരംഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഒരർത്ഥത്തിൽ നമ്മൾ റേഡിയോയുടെ പിതാവാര് എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ നമ്മൾ മാക്സ്വെല്ലിൻ്റെ പേര് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഹെൻറിക് ഹേർട്സ് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ്റെ പേര് പറയേണ്ടി വരും. പക്ഷേ ഒരു ഓഡിയൻസിനോട് റേഡിയോ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും, മാർക്കോണി. അത് സംശയമില്ല. വാസ്തവത്തിൽ മാർക്കോണി അല്ല റേഡിയോ കണ്ടുപിടിച്ചത് എന്നതാണ് സത്യം. മാർക്കോണിയേ അല്ല. മാർക്കോണി നിരവധി ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പേര് മാത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനുമുണ്ട് ഒരു രാഷ്ട്രീയം. അതെന്താണെന്ന് വെച്ചാൽ മാർക്കോണി എന്ന വ്യക്തി അദ്ദേഹം ഇറ്റലിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം ഗവേഷണങ്ങളിൽ ഏർപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് സ്വന്തം നാടായ ഇറ്റലിയിൽ യാതൊരു തരത്തിലുള്ള പരിഗണനയോ സഹായമോ കിട്ടിയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ മിടുക്കിയായൊരു സ്ത്രീയായിരുന്നു. അവർ ബ്രിട്ടീഷുകാരിയാണ്, അയർലൻഡുകാരിയാണ്. അവർക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് തലത്തിൽ വളരെ പിടിപാടുമുണ്ട്. അതുകൊണ്ട് തൻ്റെ മകൻ്റെ വിജയത്തിന് വേണ്ടി ഇറ്റലിയിൽ നിൽക്കുന്നതല്ല നല്ലത്, ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് ആ അമ്മ തീരുമാനിച്ചു. ആ അമ്മയ്ക്കാവട്ടെ അവിടുത്തെ ഈ മദ്യ ബിസിനസ്സിലൊക്കെ വലിയ ഷെയറുള്ള ഒരു സ്ത്രീ കൂടിയാണ്, അവരുടെ കുടുംബമായിട്ട് തന്നെ. അപ്പോൾ അതിസമ്പന്നയായ സ്ത്രീ, അവർക്ക് ബ്രിട്ടീഷ് ബ്യൂറോക്രസിയിൽ വലിയ പിടിപാടുണ്ട്. സ്വാഭാവികമായിട്ടും അവർ മകനെയും കൂട്ടി ഇറ്റലിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോയ സമയത്ത് അവർക്ക് വലിയ സ്വീകരണമാണ് ഇംഗ്ലണ്ടിൽ കിട്ടിയത്. കാരണം പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാവേണ്ടുന്നൊരു വ്യക്തി ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരുന്നു. ആ ഇംഗ്ലണ്ടിന് അപ്പോൾ അയാളെ കിട്ടും. അങ്ങനെ ഇംഗ്ലണ്ട് എല്ലാ സഹായവും മാർക്കോണിയുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വേണ്ടി നൽകുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്നത്, അഥവാ അദ്ദേഹം റേഡിയോ ഈ ഹെൻറിക് ഹേർട്സ് ചെയ്ത പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. 1896 അദ്ദേഹത്തിന് റേഡിയോ തരംഗങ്ങൾ സൃഷ്ടിക്കാനും പറ്റി. അദ്ദേഹം സൃഷ്ടിച്ച റേഡിയോ തരംഗങ്ങൾ സ്വീകരിക്കാനും പറ്റി. ഇത് 1896 ആലോചിക്കണം. പക്ഷേ ഈ 1896 2 വർഷം മുമ്പേ ഇന്ത്യയിൽ ജഗദീഷ് ചന്ദ്രബോസിന് ഇതെല്ലാം സാധിച്ചിരുന്നു. തൻ്റെ ലബോറട്ടറിയിൽ, കൽക്കട്ടയിലെ തൻ്റെ വീട്ടിൽ വെച്ച്
അദ്ദേഹം ചെയ്തിരുന്നു. ഇതേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ അദ്ദേഹം ചെയ്തു എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് ജഗദീഷ് ചന്ദ്രബോസ് ഇംഗ്ലണ്ടിലേക്ക് പോയി മാർക്കോണിയെ കണ്ടു, മാർക്കോണിയുടെ പ്രഭാഷണങ്ങൾ കേട്ടു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊക്കെ താൻ ഇതിനു മുമ്പേ എത്രയോ കാലം മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇന്നും പഠിപ്പിക്കുന്നത് മാർക്കോണിയുടെ പേരാണ്. ഇന്ത്യക്കാരനായ ജഗദീഷ് ചന്ദ്രബോസിൻ്റെ പേര് എവിടെയും പറയുന്നില്ല. അതിന് കാരണം ആ കാലത്ത് ലോകം ഭരിച്ചിരുന്നത് ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഇംഗ്ലണ്ട് തീരുമാനിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ് ലോകത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ. ഇംഗ്ലണ്ട് തീരുമാനിക്കുന്നു മാർക്കോണിയാണ് റേഡിയോയുടെ പിതാവെന്ന്. സ്വാഭാവികമായും ജഗദീഷ് ചന്ദ്രബോസിൻ്റെ പേര് അവിടെ കാണുകയേയില്ല. പ്രജാരാഷ്ട്രമായ ഇന്ത്യക്ക് ഒരു പൗരൻ, ഒരു ശാസ്ത്രജ്ഞനായി വളരുന്നുണ്ടെങ്കിൽ തന്നെ അത് യജമാന രാഷ്ട്രമായ ഇംഗ്ലണ്ട് അത് സ്വീകരിക്കില്ല. യജമാന രാഷ്ട്രത്തിൻ്റെ വാക്കുകളും അവരുടെ നേട്ടങ്ങളുമാണ് ഇന്ത്യയുടെ ടെക്സ്റ്റ് ബുക്കുകളുടെയും ഭാഗമാകുന്നത്. ഈ ജഗദീഷ് ചന്ദ്രബോസിൻ്റെ കാര്യം മാത്രമല്ല, നിക്കോളാസ് ടെസ്ല എന്നൊരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം ചെക്കോസ്ലോവാക്യ ആ ഭാഗത്താണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം ഇതുപോലെ മാർക്കോണിക്ക് മുമ്പേ ഈ റേഡിയോ സംബന്ധിച്ച എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തിയ ആളാണ്. അദ്ദേഹവും കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടും കാര്യമുണ്ടായില്ല. 1909 നൊബേൽ പ്രൈസ് പ്രഖ്യാപിച്ച സമയത്ത് മാർക്കോണിക്കാണ് റേഡിയോ കണ്ടുപിടുത്തത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത്. അതിനുശേഷം ദേഷ്യം പിടിച്ച നിക്കോളാസ് ടെസ്ല, ജഗദീഷ് ചന്ദ്രബോസ് ഒന്നും ചെയ്തില്ല, അദ്ദേഹം മൗനിയായി വീട്ടിലിരുന്നു. പക്ഷേ നിക്കോളാസ് ടെസ്ല കയറി കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് അതിൽ ജയിച്ചതാരാണെന്നറിയോ? നിക്കോളാസ് ടെസ്ലയാണ്. പക്ഷേ ടെസ്ല ജയിച്ച് അതിൻ്റെ വിധി വന്നപ്പോഴേക്കും എല്ലാ കോടതികളിൽ നിന്നും എന്ന പോലെ അപ്പോഴേക്കും ടെസ്ല മരിച്ചു പോയിരിക്കുന്നു. ഒരു കാര്യം ഉണ്ടായില്ല. അങ്ങനെ റേഡിയോയുടെ പിതാവ് ആര് എന്ന ചോദ്യത്തിന് ഇപ്പോഴും മാർക്കോണി എന്ന ഉത്തരമാണ് ഈ 21-ാം നൂറ്റാണ്ടിലും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു തരം രാഷ്ട്രീയം. പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത് ഇത് ടെസ്ലയുടെ കാര്യം മാത്രമല്ല, ഇനിയും ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ, പഴയ സോവിയറ്റ് യൂണിയനിൽ അലക്സാണ്ടർ പോപ്പോവ്, ഫ്രാൻസിൽ എഡ്വേർഡ് ബ്രാൻലി, ഒലിവർ ലോഡ്ജ്, അദ്ദേഹം ഇംഗ്ലണ്ടിൽ തന്നെയുള്ള ആളാണ്, ചാൾസ് ഫെസൻഡൻ, അദ്ദേഹം കനഡിയൻ ശാസ്ത്രജ്ഞനാണ്, ലീ ദ ഫോറസ്റ്റ്, അദ്ദേഹം അമേരിക്കക്കാരനാണ്. ഇങ്ങനെ ഒരു 1-2 ഡസൻ ശാസ്ത്രജ്ഞന്മാരുടെ പേര് എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ പൂർണ്ണമായിട്ട് അവിടെ ഇവിടെയൊക്കെ റെഫർ ചെയ്താൽ ഒരു 35 പേരുകളെങ്കിലും കാണാൻ പറ്റും. ഇഷ്ടം പോലെ ശാസ്ത്രജ്ഞന്മാരുടെ പേര്. ഏകദേശം ഒരേ കാലത്ത് ഇവരൊക്കെ ഇതേ കണ്ടുപിടുത്തത്തിന് വേണ്ടി, റേഡിയോയെ സംബന്ധിച്ച കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി സ്വന്തം ബുദ്ധിയും പണവും ചിലവാക്കിയിരുന്നു. ഇവിടെ നമ്മൾ ചോദിക്കേണ്ടുന്ന ചോദ്യം, ആരാണ് ഈ ശാസ്ത്രജ്ഞന്മാരിൽ ആദ്യം റേഡിയോ കണ്ടുപിടിച്ചത് എന്ന ഒരു മൂപ്പിളമ പ്രശ്നം ഇവിടെ ഉന്നയിക്കേണ്ട കാര്യമില്ല. കാരണം ഏകദേശം ഒരേ കാലത്താണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വർഷം മുമ്പോ പിമ്പോ എന്നുള്ളതൊന്നും വലിയ പ്രശ്നമല്ല. സമാന്തരമായി അവരവരുടെ ലബോറട്ടറികളിൽ ചെയ്തിരുന്നു ഇത്രയും ശാസ്ത്രജ്ഞന്മാർ. ഇപ്പോൾ ചോദിക്കേണ്ട ചോദ്യം, എന്തിനാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ഇത്ര ഉത്സാഹം കാണിച്ചത് റേഡിയോയെ സംബന്ധിച്ച കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി? എന്തിനാണ് ഇത്രയേറെ ശാസ്ത്രജ്ഞന്മാരെ അതത് രാഷ്ട്രങ്ങൾ കൈയയച്ച് സഹായിച്ചത്? ജഗദീഷ് ചന്ദ്രബോസ് നെവർ ഗോട്ട് എനി ഹെൽപ്പ് ഫ്രം ദി ഇന്ത്യ ഗവൺമെൻറ്. പക്ഷേ അങ്ങനെയല്ല നിക്കോളാസ് ടെസ്ലയുടെ കാര്യമോ അല്ലെങ്കിൽ ചാൾസ് ഫെസൻഡൻ്റെ കാര്യമോ. അവർക്കൊക്കെ തന്നെ അവരുടെ നാട്ടിലെ ഗവൺമെൻറ്റുകൾ നല്ല സഹായം ചെയ്തു. എന്തിനു പറയുന്നു? ലാൻഡൽ ദ മൗറ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ ബ്രസീലിലുണ്ടായിരുന്നു. അദ്ദേഹവും, അത് പറയുമ്പോൾ 3-ാം ലോക രാജ്യമാണ് ഇന്നത്തെ കണക്കിൽ, ഇന്ത്യയെ പോലെ മറ്റൊരു രാജ്യം. അവിടെ പോലും ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, ലാൻഡൽ ദ മൗറ. അപ്പോൾ ഇത്രയധികം ശാസ്ത്രജ്ഞന്മാർ സമാന്തരമായി എന്തിനാണ് ഈ മെനക്കെട്ടത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ റേഡിയോയുടെ രാഷ്ട്രീയം എന്ന കവാടം തുറക്കുന്നത്. ആ ശാസ്ത്രജ്ഞൻ്റെ പേര്, ആ ശാസ്ത്രജ്ഞന്മാരുടെ പേര് നമ്മൾ മറന്നുകൊണ്ട് എന്തിനാണ് എന്ന ചോദ്യം നമ്മൾ ആദ്യം ചോദിക്കണം. എന്തിനാണ് ഇത്രയേറെ ഇവർ മെനക്കെട്ടത്? ആ ചോദ്യത്തിന് ഉത്തരം ഇതാണ്: അവർക്ക് ബഹുജന മാധ്യമമായ റേഡിയോ എന്ന ഉപകരണം കണ്ടുപിടിക്കാനേ ഉദ്ദേശമുണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ വൈചിത്ര്യവും വൈരുദ്ധ്യവും. റേഡിയോ എന്ന ബഹുജന മാധ്യമമായിട്ട് നമ്മളിന്ന് ആഘോഷിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു റേഡിയോയിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും റേഡിയോ കണ്ടുപിടിച്ച ആർക്കും തന്നെ റേഡിയോ എന്ന ബഹുജന മാധ്യമം ഉണ്ടാക്കുക എന്ന ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല. അത് വിചിത്രമായൊരു വൈരുദ്ധ്യമാണ്. ഇപ്പോൾ നമ്മൾ ടെലിഫോൺ കണ്ടുപിടിച്ച ആൾക്ക് ടെലിഫോണിലൂടെ സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് അത് കണ്ടുപിടിച്ചത്. നമ്മൾ തീവണ്ടി കണ്ടുപിടിച്ച ആൾക്ക് തീവണ്ടിയിലൂടെ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ചരക്ക് നീക്കാനോ ഒക്കെ തന്നെയാണ് ആവശ്യം. പക്ഷേ റേഡിയോ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനും ബഹുജന മാധ്യമമായി ഇത് വളർത്തിയെടുക്കാൻ ആഗ്രഹമൊന്നുണ്ടായിരുന്നില്ല. ഇത് അങ്ങനെ ഒരു ഉപകരണമാണെന്ന് പോലും അവർക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്താണ് ആ ഉപകരണം അവർ ഉദ്ദേശിച്ചിരുന്നത്?
നമുക്കറിയാം അക്കാലത്ത് ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി കൊളോണിയൽ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കൊളോണിയൽ ശക്തികൾ എന്ന് വെച്ചാൽ പ്രധാനമായും യൂറോപ്യൻ ശക്തികൾ തന്നെയാണ്. ഏറ്റവും മുന്നിൽ ഇംഗ്ലണ്ട്, തൊട്ട് പിന്നാലെ ഫ്രാൻസ്, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങിയ പ്രധാനപ്പെട്ട യൂറോപ്യൻ ശക്തികൾ. അതിൻ്റെ കൂട്ടത്തിൽ ഹോളണ്ടും ഒക്കെ വരുന്നുണ്ട്. പിന്നെ പുതുതായി വളർന്നു വരുന്ന ഒന്ന് രണ്ട് ശക്തികൾ, അതിലൊന്ന് അമേരിക്ക തന്നെയാണ്. അവർ വളർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും മുന്നിൽ ഇംഗ്ലണ്ട് തന്നെയാണ്. ഇവരുടെയൊക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ ദൂരദിക്കുകളിൽ, അതായത് തങ്ങളുടെ യൂറോപ്പിൽ നിന്ന് വളരെ ദൂരെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം കീഴടക്കി തങ്ങളുടെ കൈവശമാക്കണം. ഏഷ്യയിലായാലും ലാറ്റിൻ അമേരിക്കയിലായാലും ആഫ്രിക്കൻ രാജ്യങ്ങളിലായാലും തങ്ങളുടേതായ കോളനി രാഷ്ട്രങ്ങൾ ഏറ്റവും അധികം ഉണ്ടാക്കണം. ഏറ്റവും അധികം കോളനികൾ ഏത് രാജ്യത്തിനാണോ ഉള്ളത് ആ രാജ്യമാണ് ഏറ്റവും ശക്തിയുള്ള രാജ്യം. അത് അക്കാലത്ത് ഇംഗ്ലണ്ട് തന്നെയായിരുന്നു. കാരണം ഇംഗ്ലണ്ടിൻ്റെ കീഴിലാണ് ഏറ്റവും അധികം കോളനി രാഷ്ട്രങ്ങൾ ഉള്ളത്, ഇന്ത്യ അടക്കം. ഇന്ത്യയായിരുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ പ്രജാരാഷ്ട്രം. ഈ രാഷ്ട്രങ്ങളുടെ ഭരണം നിലനിർത്താനും അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തെ, ഈ കോളനി രാഷ്ട്രങ്ങളെ ആദ്യം കീഴടക്കാനും വേണ്ടി ഒറ്റ വഴിയേ യൂറോപ്യൻ ശക്തികൾക്കുള്ളൂ. അക്കാലത്ത് നമുക്കറിയാം വിമാനസേനയില്ല, വ്യോമസേന എന്നൊന്നും അക്കാലത്ത് ഇല്ല. കാരണം വിമാനം കണ്ടുപിടിച്ചിട്ടില്ല. റൈറ്റ് സഹോദരന്മാരൊക്കെ വരുന്നത് 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ്. വിമാനസേന വരുന്നത് 1920-കളിലാണ്. അത്രയേ വരുന്നുള്ളൂ. അതുതന്നെ ചെറിയ തരം വിമാനങ്ങൾ. പിന്നെ അവർക്ക് ഉള്ളത് കരസേനയാണ്. കരസേന അവർക്കുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിൽ നിന്ന് കരസേനയ്ക്ക് ഒരിക്കലും ആഫ്രിക്കയിലേക്കോ യൂറോപ്പിലേക്കോ എത്താൻ പറ്റില്ല. കാരണം ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് നാലുപാടും വെള്ളം നിറഞ്ഞ ചെറിയൊരു ദ്വീപാണ്. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ദ്വീപാണ്. അപ്പോൾ അവിടെ നിന്നൊരു കരസേനയ്ക്ക് യൂറോപ്പിലേക്ക് പോലും എത്താൻ പറ്റില്ല. ഒറ്റ വഴിയേ പിന്നെ ഈ രാജ്യങ്ങൾക്കുള്ളൂ. എന്താണ് അത്? നാവികസേന മാത്രമാണ്. കപ്പലുകളിൽ യാത്ര ചെയ്ത് ആഫ്രിക്ക മുഴുവൻ ചുറ്റി, പണ്ട് വാസ്കോഡ് ഗാമയൊക്കെ വന്ന പോലെ ഇന്ത്യയിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ വരാം. ആ വരുന്ന വഴിക്ക് വേണമെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെയും ആക്രമിക്കാം. അതുപോലെ തന്നെ അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് ലാറ്റിൻ അമേരിക്കയിലേക്കോ വടക്കേ അമേരിക്കയിലേക്കോ പോകാം. ഇങ്ങനെ കപ്പൽ മാർഗം മാത്രമാണ് ഇവർക്ക് വരാൻ വഴി. അപ്പോൾ ഏറ്റവും അധികം കപ്പലുള്ളത് ഏത് രാജ്യത്തിനാണോ ആ രാജ്യമായിരിക്കും സ്വാഭാവികമായും ഏറ്റവും കരുത്തുള്ള രാജ്യം. പണ്ട് കാലത്ത്, അതായത് 1-ാം എലിസബത്ത് ഭരിക്കുന്ന കാലത്ത്, ഞാൻ ഉദ്ദേശിക്കുന്നത് വില്യം ഷേക്സ്പിയറുടെ കാലത്ത്, ഏറ്റവും വലിയ ശക്തി ആദ്യകാലത്ത് സ്പെയിനിനായിരുന്നു. പക്ഷേ സ്പെയിനിൻ്റെ എല്ലാ യുദ്ധക്കപ്പലുകളും ഈ കടൽ കൊള്ളക്കാരെ ഉപയോഗിച്ചുകൊണ്ട് തകർത്തു എലിസബത്ത് റാണി. അതിനുശേഷം പിന്നെ ശക്തിയുള്ള രാജ്യമായി മാറിയതാണ് ഇംഗ്ലണ്ട്. അങ്ങനെ സ്പാനിഷ് ആർമേഡ എന്ന് പറയുന്ന സ്പെയിനിൻ്റെ മുഴുവൻ കപ്പൽപ്പടയും നശിപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് മുകളിലെത്തി. അങ്ങനെയാണ് ഇംഗ്ലണ്ട് വലിയൊരു നാവികസേനയായി മാറുന്നത്. പക്ഷെ നമുക്കറിയാം ഈ നാവികസേന, അതായത് കപ്പലുകൾ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ വലിയ പ്രതിസന്ധികളെയും നേരിടാറുണ്ട്. ഉദാഹരണത്തിന് രാത്രി കാലത്ത് കപ്പലുകൾ പോകുന്ന സമയത്ത് ഒരു കൊച്ചു കടൽക്കൊള്ളക്കാരുടെ ബോട്ടിന് വന്നിട്ട് വേണമെങ്കിൽ ഈ വലിയ കപ്പലിനെ ആക്രമിച്ച് മുക്കാൻ പറ്റും. ആഫ്രിക്കയുടെ തീരത്തൊക്കെ ഇത്തരം കപ്പലുകൾ ഇത്തരം ഈ എന്താ പറയുക കടൽക്കൊള്ളക്കാർ ധാരാളമുണ്ട്, ഇപ്പോൾ പോലുമുണ്ട്. നമുക്കറിയാം ഇന്ത്യയുടെ നാവികസേന പോയിട്ട് ചില കപ്പലുകളൊക്കെ മോചിപ്പിച്ചു എന്ന വാർത്തയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഇന്നുമുണ്ട്, അക്കാലത്ത് വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കടൽ കൊള്ളക്കാരുടെ ആക്രമണം എന്ന് പറയുന്നത് വലിയ നാവികസേനകൾക്ക് പോലും ഭയമുണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. മറ്റൊരു കാര്യമാണ് ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റും മറ്റും. സ്വാഭാവികമായിട്ടും അതും കപ്പലുകൾക്ക് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു കപ്പൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അടുത്ത കപ്പലുകളും പോകണം എന്ന് മാത്രമല്ല, ഈ കപ്പലുകൾ തമ്മിൽ നല്ല സന്ദേശങ്ങൾ കൈമാറാനുള്ള സംവിധാനവും ഉണ്ടാകണം. കപ്പലുകൾ തമ്മിൽ സന്ദേശം കൈമാറൽ എളുപ്പമല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു കപ്പൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിന്നിൽ, കോഴിക്കോട് നഗരത്തിൽ ഓട്ടോറിക്ഷ പോകുന്ന പോലെ കപ്പലിന് പോകാൻ പറ്റില്ല. ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ പറ്റും, പിന്നാലെ പോകാൻ പറ്റും. പക്ഷേ ഇതത് സാധിക്കില്ല. കാരണം ഒരു കപ്പൽ തൊട്ടടുത്തുകൂടെ യാത്ര ചെയ്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് തകർന്നു കഴിഞ്ഞാൽ രണ്ടും തകരും. അപ്പോൾ വളരെ ഡിസ്റ്റൻസിലൂടെ 1.5 കിലോമീറ്ററോ 1 കിലോമീറ്ററോ അകലങ്ങളിലൂടെ മാത്രമേ രണ്ട് കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. അങ്ങനെ 10-20 കപ്പലുകൾ ഒരുമിച്ചുള്ള ഒരു ഫ്ലീറ്റ് ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷേ 1/2 കിലോമീറ്റർ പരസ്പരമുള്ള കപ്പലുകൾക്ക് തമ്മിൽ എങ്ങനെ ഒരു വാർത്താവിനിമയ ബന്ധം ഉണ്ടാക്കണം? എങ്ങനെയാണ് ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അടുത്ത കപ്പലിനോട് പെട്ടെന്ന് വരാൻ പറയുക? അതുപോലെ ഈ കപ്പലുകൾ തങ്ങളിതാ തുറമുഖത്തേക്ക് അടുക്കുകയാണ്, തങ്ങളെ കാത്തു നിൽക്കൂ എന്ന് തുറമുഖത്തോട് എങ്ങനെ സംസാരിക്കും? ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അക്കാലത്ത് റേഡിയോ ഗവേഷണങ്ങൾ മുഴുവൻ നടന്നത്. മറ്റുദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
എന്ന് മാത്രമല്ല ആ റേഡിയോ അന്ന് അവർ കണ്ടുപിടിക്കാൻ ശ്രമിച്ച റേഡിയോയിൽ ഒറ്റ കാര്യമേ പ്രക്ഷേപണം ചെയ്യാൻ പറ്റൂ. മനുഷ്യ ശബ്ദം പ്രക്ഷേപണം ചെയ്യാൻ പറ്റില്ല, അതുപോലെ സംഗീതം പ്രക്ഷേപണം ചെയ്യാൻ പറ്റില്ല. ആകെ പ്രക്ഷേപണം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മോഴ്സ് കോഡാണ്. ഡോട്ട് ഡാഷ് നമുക്കറിയാം, പഴയ ടെലിഗ്രാഫി എന്ന് പറയില്ലേ, ടെലിഗ്രാമൊക്കെ അയക്കുന്നത് ഡോട്ട് ഡാഷ് ആണ്. നമ്മുടെ പോസ്റ്റ് ഓഫീസിലൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു, ഇപ്പോൾ നിർത്തി ആ സർവീസ് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇമെയിലൊക്കെ വന്ന ശേഷം ആ ഒരു സർവീസ് ഇല്ല. പണ്ടുണ്ടായിരുന്നു ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടായിരുന്നു. ഇന്നത്തെ വാട്സപ്പ് പോലുള്ള ടെലിഗ്രാം അല്ല ഉദ്ദേശിച്ചത്, പഴയ കാലത്തെ ടെലിഗ്രാം, കമ്പി സന്ദേശം എന്ന് പറയില്ലേ. ഇവിടെ ഇവർ ഉദ്ദേശിച്ചത് ടെലിഗ്രാം വിതൗട്ട് വയർലെസ് ടെലിഗ്രാഫി. റേഡിയോയുടെ ആദ്യകാല ഗവേഷണങ്ങളെ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ആ ഉപകരണങ്ങളെ പറഞ്ഞിരുന്നത് വയർലെസ് ടെലിഗ്രാഫി എന്നാണ്. അത് കൊളോണിയൽ കപ്പലുകൾക്ക് വേണ്ടി പരസ്പരം സന്ദേശങ്ങൾ അയക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം ഉണ്ടാക്കുകയായിരുന്നു ഈ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരുടെ മുഴുവൻ ഉദ്ദേശം. അതിനു വേണ്ടിയാണ് ഈ വലിയ കോളനി രാജ്യങ്ങൾ അഥവാ അവരുടെ ഗവൺമെൻറ്റുകൾ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് കൈയയച്ച് പണം കൊടുത്തത്. എന്ന് വെച്ചാൽ ഈ കണ്ടുപിടുത്തങ്ങളുടെ രാഷ്ട്രീയ ചിത്രം ഇപ്പോൾ ഏകദേശം വ്യക്തമാകുന്നു. ഇത് ഒരു കൊളോണിയൽ പ്രോജക്റ്റ് തന്നെയാണ്. കൊളോണിയൽ കപ്പലുകൾക്ക് അഥവാ കൊളോണിയൽ നാവികസേനകൾക്ക് പ്രജാരാഷ്ട്രങ്ങളെ ആക്രമിക്കാനും കീഴടക്കാനും വേണ്ടിയുണ്ടാക്കിയ സൈനിക സന്ദേശോപകരണമാണ് ഈ റേഡിയോ എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യകാലത്ത് അത് മനുഷ്യ ശബ്ദം തന്നെ പ്രക്ഷേപണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇതാണ് അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ തുടക്കം. എന്ത് പ്രക്ഷേപണം ചെയ്തു എന്നതല്ല കാര്യം, അതിൻ്റെ സന്ദേശമല്ല ഇവിടെ കാര്യം, മറിച്ച് ആ ഉപകരണം എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. അത് കോളനി രാജ്യങ്ങളുടെ വികാസത്തിന് വേണ്ടി, അവരുടെ സൈനിക നടപടികൾക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയ ഉപകരണമാണ്. അപ്പോൾ റേഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യ പിറവിയിൽ, ദ ഫസ്റ്റ് ബർത്ത് എന്ന് പറയട്ടെ, ഒന്നാമത്തെ ജന്മത്തിൽ അത് ചെയ്തത് കോളനി രാജ്യങ്ങളുടെ സന്ദേശോപകരണമായി, വളരെ വിശ്വസ്തദാസനായി പ്രജാരാഷ്ട്രങ്ങൾക്കെതിരെ, ഇന്ത്യ അടക്കമുള്ള പ്രജാരാഷ്ട്രങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക എന്ന മഹനീയ കൃത്യമാണ് അത് ചെയ്തത്. ഇതാണ് റേഡിയോയുടെ ചരിത്രത്തിൻ്റെ തുടക്കം. അതൊരിക്കലും ജനാധിപത്യ ചരിത്രമല്ല അതിൻ്റെ തുടക്കത്തിലുള്ളത്. ഇങ്ങനെ ഒരു കോളനി രാജ്യങ്ങളുടെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രമുണ്ടാക്കിയതാണ്. പക്ഷേ അക്കാലത്ത് തന്നെ ചില നാവികസേനാ അംഗങ്ങൾ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ കപ്പലുകളാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ഇംഗ്ലണ്ടിൻ്റെ ഒരു കപ്പലിൽ നിന്നൊരു സന്ദേശം മറ്റൊരു കപ്പലിലേക്ക് അയക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും മിലിറ്ററി സന്ദേശമാണല്ലോ, കാരണം നാവിക കപ്പലുകളാണല്ലോ പോകുന്നത്. ആ സന്ദേശം തൊട്ടപ്പുറത്തു കൂടെ പോകുന്ന ഫ്രാൻസിൻ്റെ കപ്പലിനും വേണമെങ്കിൽ പിടിച്ചെടുക്കാം. അവരുടെ കയ്യിലും അവരുടെ കപ്പലിലും ഒരു റേഡിയോ സ്വീകരിക്കുന്ന ഒരു യന്ത്രമുണ്ടെങ്കിൽ അവർക്കും ആ മോഴ്സ് കോഡ് മനസ്സിലാക്കാൻ പറ്റും, അത് വ്യാഖ്യാനിക്കാനും പറ്റും. അപ്പോൾ സൈനിക രഹസ്യങ്ങൾ മുഴുവൻ ചോർന്നു പോകില്ലേ ഈ റേഡിയോ ടെലിഗ്രാഫി എന്ന ഉപകരണത്തിലൂടെ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കാം. ചില നാവികസേനാ അംഗങ്ങൾ ആ ചോദ്യങ്ങൾ, അന്നത്തെ ഓഫീസർമാരിൽ ബുദ്ധിയുള്ളവർ ചിലരത് ചോദിക്കുകയും ചെയ്തു. പക്ഷേ അതിന് മിലിറ്ററി രംഗത്ത് അല്ലെങ്കിൽ നാവികസേനാ രംഗത്ത് നിന്ന് അവർക്ക് കിട്ടിയ മറുപടി ഇതാണ്: അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം നമ്മളെപ്പോലെ ആകെ 1-2 രാജ്യങ്ങൾക്കല്ലേ ഉള്ളൂ ഈ ഉപകരണം. ഇപ്പം തന്നെ പറയുന്നില്ല, ഇപ്പോൾ ഒരു അറ്റോമിക് റിയാക്ടറൊക്കെ നമ്മുടെ ഭീകരപ്രവർത്തകർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മളിപ്പോൾ ഭയപ്പെടുന്നുണ്ടല്ലോ. പക്ഷെ അതിനുള്ള ഉത്തരം എന്താണ്? അത്തരം ഭീകരപ്രവർത്തകർക്കൊന്നും ഇത്ര വലിയ ടെക്നോളജി ഇല്ല ഭാഗ്യവശാൽ, അത് ഗവൺമെൻറ്റുകൾക്കേ ഉള്ളൂ എന്നുള്ളൊരു ഉത്തരമാണല്ലോ നമ്മൾ ഗവൺമെൻറ്. ഇപ്പോൾ നാളെ ഒരു ഭീകരപ്രവർത്തനം നടത്തുന്നൊരു സംഘടന സ്വന്തമായി ആറ്റം ബോംബുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ അവിടെ. ഏതായാലും ഈ ചോദ്യം അക്കാലത്ത് റേഡിയോയെ സംബന്ധിച്ച് ചോദ്യമായിട്ട് നാവികസേനാ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ വന്നിരുന്നു ഇംഗ്ലണ്ടിലൊക്കെ. പക്ഷേ ഭാഗ്യവശാൽ അത് ഇങ്ങനെയുള്ളൊരു ഉത്തരത്തിലൂടെ, അതായത് സാരമില്ല, പെട്ടെന്നൊന്നും ആർക്കൊന്നും ഈ റേഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന ഉത്തരം കൊടുത്ത് അതങ്ങ് അവസാനിച്ചു. പക്ഷേ ക്രമേണ എന്തുണ്ടായി? ഈ റേഡിയോ തരംഗങ്ങൾ വളരെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ ആർക്കും സാധിക്കുന്ന ഒരു സാധനമാണ്, ഉപകരണങ്ങൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി. ചെറിയ രാജ്യങ്ങൾക്ക് പോലും റേഡിയോ സ്വീകരണികൾ കിട്ടാൻ തുടങ്ങി. അതോടുകൂടി നാവിക ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഇനി മുതൽ ഈ റേഡിയോ ഉപകരണവും വെച്ച് നമ്മുടെ മിലിറ്ററി ഉപകരണങ്ങളിൽ വെക്കുന്നത് ശരിയല്ല, അത് സൈനിക രഹസ്യങ്ങൾ ചോർന്നു പോകുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് നമുക്ക് വേണ്ട ഈ ഉപകരണം എന്ന് തന്നെ പറഞ്ഞു. ഇതായിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇതൊരു ചാലഞ്ചാണല്ലോ അവർക്ക് മുമ്പിൽ. അവർ ഈ തരത്തിലുള്ള റേഡിയോ തരംഗങ്ങൾ ഉപേക്ഷിച്ചു. പകരം വെരി 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 ഹൈ ഫ്രീക്വൻസി റേഡിയോ തരംഗങ്ങൾ, അതും
എന്താ പറയുക, എൻക്രിപ്റ്റഡ് എന്ന് പറയും, കോഡ് ഭാഷയിലുള്ള റേഡിയോ തരംഗങ്ങൾ അവരുപയോഗിക്കാൻ തുടങ്ങി മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ സാധാരണ റേഡിയോ തരംഗങ്ങളോ അത് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. അങ്ങനെയാണ് റേഡിയോ സ്റ്റേഷനുകൾ ഉണ്ടാക്കാം പൊതുജനങ്ങൾക്ക് എന്നൊരവസ്ഥ വന്നത്. അതുവരെ അത് സൈനികോപകരണമായിരുന്നു. ഇത് 1915-20 കാലത്താണ് സംഭവിക്കുന്നത്. അതുവരെ സൈനികോപകരണമായത് അവർക്ക് വേണ്ടാത്തൊരു സാധനമായി അതവർ ഉപേക്ഷിച്ചു. ഏകദേശം ഇൻ്റർനെറ്റിൻ്റെ ചരിത്രവും ഇത് തന്നെയാണ്. ഇൻ്റർനെറ്റ് തുടങ്ങിയത് അമേരിക്കയിലെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ക്രമേണ അത് പൊതുജനങ്ങൾക്ക് കിട്ടുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെയാണ് ആദ്യം റേഡിയോ ഉണ്ടാക്കിയതും സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, പ്രത്യേകിച്ച് നാവികസേനയ്ക്ക് വേണ്ടി. അത് പിന്നീട് അവർക്ക് ഉപയോഗശൂന്യമായപ്പോൾ അത് പൊതുജനങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അതോടുകൂടി തന്നെ ചില സാങ്കേതിക കാര്യങ്ങളും അവിടെ സംഭവിച്ചു. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ആദ്യം മോഴ്സ് കോഡ് മാത്രമേ ഇതിലൂടെ പ്രക്ഷേപണം ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ എന്ന്. പക്ഷേ ചാൾസ് ഫെസൻറ്റിനെ പോലുള്ള ചില ശാസ്ത്രജ്ഞന്മാർ പുതുതായി പല കാര്യങ്ങളും അതിൻ്റെ കൂടെ കണ്ടുപിടിച്ചതിൻ്റെ ഫലമായി മനുഷ്യ ശബ്ദവും പ്രക്ഷേപണം ചെയ്യാം എന്ന പുതിയ തരത്തിലുള്ള റേഡിയോ ഉണ്ടായി തുടങ്ങി. ഇപ്പോൾ പൊതുജന മാധ്യമമാകാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ആദ്യത്തെ കാര്യം ഇതാണ്, മനുഷ്യ ശബ്ദവും പ്രക്ഷേപണം ചെയ്യാൻ പറ്റുന്ന റേഡിയോ ഉണ്ടാക്കി, അഥവാ റേഡിയോ പ്രസാരണികൾ ഉണ്ടാക്കി. ചാൾസ് ഫെസൻറ്റിൻ്റെ ശബ്ദമാണത്രേ ലോകത്തിൽ ആദ്യമായി പ്രക്ഷേപണം ചെയ്യപ്പെട്ട മനുഷ്യ ശബ്ദം. അദ്ദേഹമാണ് ഉപകരണം ഉണ്ടാക്കിയത്. അങ്ങനെ അവിടുന്ന് തൊട്ട് 1915 മുതൽ ക്രമേണ അമേരിക്കയിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും റേഡിയോ സ്റ്റേഷൻ എന്ന ആശയം ഉണ്ടായി തുടങ്ങി. 1915 മറ്റോ ഉണ്ടാക്കിയ അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിച്ച റേഡിയോ സ്റ്റേഷനാണ് ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ എന്നാണ് ചില പുസ്തകങ്ങൾ പറയാറുള്ളത്. പക്ഷേ ഇതിനൊരു അഭിപ്രായ ഐക്യമൊന്നും ഉണ്ടാവുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ചില റേഡിയോ സ്റ്റേഷൻ ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കും, അവർ ഉണ്ടാക്കില്ല. വേറെ ചിലർ റേഡിയോ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യും, പിറ്റേ ദിവസം തന്നെ പൂട്ടും. അപ്പോൾ ഏത് റേഡിയോ സ്റ്റേഷനാണ് ആദ്യം ഉണ്ടായത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എവിടെയും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പിറ്റ്സ്ബർഗ് എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മറ്റു ഉത്തരങ്ങളും കണ്ടേക്കാം. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും വിശ്വാസമില്ല പിറ്റ്സ്ബർഗ് തന്നെയാണെന്നുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 1915 തൊട്ട് 25 കാലം വരെ ഉള്ള ഒരു 10 വർഷത്തെ ചരിത്രത്തിനുള്ളിൽ നിരവധി റേഡിയോ സ്റ്റേഷനുകൾ പല സ്ഥലത്തായിട്ട് ഉണ്ടാക്കി. ഇതിലേറ്റവും വലിയൊരു തമാശയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റേഡിയോ സ്റ്റേഷനിൽ സ്ഥാപിച്ച കാര്യത്തിലൊന്നും ഇന്ത്യ ഒന്നും ഒട്ടും പിന്നിലായിരുന്നില്ല എന്നുള്ളതാണ്. സാധാരണ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലേക്കൊക്കെ എത്തുക. പക്ഷേ റേഡിയോയെ സംബന്ധിച്ച ഈ കാര്യത്തിൽ അത്ര വൈകിയിട്ടില്ല. 1922 ഇംഗ്ലണ്ടിൽ BBC സ്ഥാപിച്ചത്. BBC എന്ന ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. 1922 23 തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ റേഡിയോ പരീക്ഷണം നടന്നിട്ടുണ്ട്. ബോംബെയിൽ നിന്ന് പൂനെയിലേക്ക്, ബോംബെയിൽ നിന്ന് ടൈംസ് ഓഫ് ഇന്ത്യയും ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് ഒരു പരീക്ഷണ പ്രക്ഷേപണം നടത്തി. അത് സർ ലോയിഡ് ജോർജ് എന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഫോർ ദ വെസ്റ്റേൺ പ്രോവിൻസ്, അദ്ദേഹം പൂനെയിലുള്ള തൻ്റെ വീട്ടിലിരുന്ന് ആ പ്രക്ഷേപണം കേട്ടു. അത് 1923 1924-25 കാലമായപ്പോഴേക്കും ബോംബെ, കൽക്കട്ട, ഡൽഹി, മദ്രാസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ തരത്തിലുള്ള റേഡിയോ ക്ലബ്ബുകൾ ഉണ്ടാക്കി. റേഡിയോ ക്ലബ്ബുകൾ എന്ന് വെച്ചാൽ കുറേ പണക്കാർ ചേർന്നുണ്ടാക്കിയതാണ്. ചെറിയൊരു റേഡിയോ പ്രസാരണി അവർ ഇംഗ്ലണ്ടിൽ നിന്ന് വാങ്ങിക്കും, നഗരത്തിൽ സ്ഥാപിക്കും, എന്നിട്ട് ചെറിയ തോതിലുള്ള റേഡിയോ പ്രക്ഷേപണമൊക്കെ നടക്കും. അത് വീട്ടിലിരുന്ന്, ഈ പണക്കാരുടെ വീട്ടിലിരുന്ന് അവരുടെ ബന്ധുക്കൾ കേൾക്കും. അങ്ങനെ ചെറിയൊരു സംവിധാനം. കാരണം അവരുടെ വീട്ടിൽ റേഡിയോ കേൾക്കാനുള്ള സംവിധാനമുള്ളൂ, വേറെ ആരെടുത്തുമില്ല. അങ്ങനെ ഒരു ചെറിയൊരു സംവിധാനം ഇന്ത്യയിൽ വന്നു 1924 തന്നെ. അതായത് 1922 BBC ലണ്ടനിൽ സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ 24 ആവുമ്പോഴേക്കും ഇന്ത്യയിലെ 4 നഗരങ്ങളിൽ ചെറിയ തോതിലുള്ള റേഡിയോ പ്രക്ഷേപണ സംവിധാനങ്ങൾ ഉണ്ടായി എന്നർത്ഥം. അപ്പോൾ ഒരിക്കലും തന്നെ ഇന്ത്യ വല്ലാതെ പിറകിലായി എന്ന് പറയാൻ പറ്റില്ല. 1-2 വർഷത്തെ കാര്യമേ ഉള്ളൂ. റേഡിയോ കണ്ടുപിടുത്തത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, മാർക്കോണിക്ക് തൊട്ട് മുമ്പ് ജഗദീഷ് ചന്ദ്രബോസ് ഇവിടേതൊക്കെ ചെയ്തിരുന്നു. ആ നിലയ്ക്കും ഇന്ത്യ പിന്നിലായിരുന്നില്ല. പക്ഷേ ഇത് ഇന്ത്യയിൽ മാത്രമല്ല. ഇപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോയാലും ന്യൂസിലാൻഡിൽ പോയാലും ജർമ്മനി, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ പോയാലും ഏകദേശം ഇതേ കാലത്തൊക്കെ തന്നെ ഇംഗ്ലണ്ടിന് തൊട്ട് ശേഷം അവിടെയും റേഡിയോ സ്റ്റേഷനുകൾ ഉണ്ടായി എന്നതാണ് കാര്യം. അപ്പോൾ ഇതാണ് റേഡിയോയുടെ തുടക്കം. അതിൻ്റെ 2ാം ജന്മത്തിലാണ് റേഡിയോ എന്നത് ഒരു ജനകീയ മാധ്യമമായി മാറിയത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ അവസാനത്തെ സെൻറ്റൻസ് കുറച്ച് തെറ്റാണ്.
അതിൻ്റെ തുടക്കത്തിൽ അപ്പോഴും അത് ജനകീയ മാധ്യമമായി മാറിയില്ല. എന്താ കാരണം? ഈ റേഡിയോ നേരെ ആരാണ് ആദ്യം ഉപയോഗിച്ചത്? അതത് നാട്ടിലെ ഭരണാധികാരികൾ മാത്രമാണ്, പൊതുജനങ്ങളല്ല. ഭരണാധികാരികൾ നേരിട്ട് അങ്ങ് ഏറ്റെടുത്തു. അത് BBC ആയാലും മറ്റെവിടെയായാലും ഭരണാധികാരികൾ നേരിട്ട് ഏറ്റെടുത്തു. നേരിട്ട് ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ട് ഇത് പൊതുജനങ്ങൾക്കത് വലുതായിട്ട് കിട്ടിയതുമില്ല. ഭരണാധികാരികൾക്ക് ജനങ്ങളുടെ മുകളിൽ തങ്ങളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ളൊരു ഉപകരണമായി മാറി റേഡിയോ. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് സംഭവിച്ചത്. പ്രത്യേകിച്ച് ഏകാധിപതികളും കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളും ഫാസിസ്റ്റ് ഭരണാധികാരികളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഈ റേഡിയോയുടെ ദുരുപയോഗം എന്ന് പറയുന്നത് അതിഭീകരമായിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലർ. അഡോൾഫ് ഹിറ്റ്ലറെ സൃഷ്ടിച്ചത് റേഡിയോ ആണെന്ന് പറയാറുണ്ട്. അത് റേഡിയോയിലൂടെ അദ്ദേഹം ചെയ്ത പ്രഭാഷണങ്ങളിലെ ഭീകരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഹിറ്റ്ലറുടെ റേഡിയോ പ്രഭാഷണങ്ങൾ കേട്ടു നോക്കൂ. വലിയ കുഴപ്പമൊന്നുമില്ല അതിൽ ഏകാധിപത്യമോ ലോകത്തിലെ സർവ്വജനതകളെയും കൊല്ലണമെന്നോ ഒന്നും ഹിറ്റ്ലർ പറഞ്ഞിട്ടില്ല. പക്ഷേ റേഡിയോ എന്ന സംവിധാനം, റേഡിയോ എന്ന മാധ്യമം അവിടെ മറ്റൊന്ന് ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിലെ മുഴുവൻ വീടുകളെയും ആ റേഡിയോ എന്ന മാധ്യമത്തിൻ്റെ ശ്രോതാക്കളാക്കി ആ ഉപകരണം മാറ്റി. അതാണ് റേഡിയോ എന്ന മാധ്യമം അവിടെ ചെയ്തു കൂട്ടിയത്. ഹിറ്റ്ലർ എന്ത് പറഞ്ഞാലും ആ സമയത്ത് ആ ജർമ്മനിയിലെ ജനത അത് മുഴുവൻ കേട്ടിരിക്കും, നിശബ്ദമായി കേട്ടിരിക്കും എന്ന് പറഞ്ഞാൽ ആ റേഡിയോ എന്ന ഉപകരണം എത്രമാത്രം അപകടകാരിയാവും എന്ന് ആലോചിച്ച് നോക്കും. ഹിറ്റ്ലറൊക്കെ ചെയ്തത് അതാണ്. ഹിറ്റ്ലർ മാത്രമല്ല, ഇത് തന്നെയാണ് സ്റ്റാലിനും ചെയ്തത്. കമ്മ്യൂണിസ്റ്റുകാരത് പറയില്ല, പക്ഷേ സ്റ്റാലിൻ ചെയ്തത് മറ്റൊന്നുമല്ല, ഇതേ കാര്യം തന്നെയാണ് ചെയ്തത്. പക്ഷേ ഹിറ്റ്ലർക്കാണ് കൂടുതൽ നല്ല സംവിധാനങ്ങൾ അക്കാലത്തുണ്ടായത് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്ന് മാത്രമല്ല, ആ സമയത്ത് ജർമ്മനിയിലെ രാഷ്ട്രീയം വളരെ കലുഷിതമായിരുന്നു. സ്റ്റാലിൻ വന്ന സമയത്ത് രാഷ്ട്രീയം കലുഷിതമായിരുന്നില്ല. കാരണം എല്ലാം സ്റ്റാലിൻ തൻ്റെ ചൊൽപ്പടിയിലാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ തുടർന്നുള്ള ഭരണം നിലനിർത്തുകയേ സ്റ്റാലിന് വേണ്ടി വന്നുള്ളൂ. അതിനുവേണ്ടി അദ്ദേഹം ഭംഗിയായിട്ട് റേഡിയോ ഉപയോഗിച്ചു. പക്ഷേ ഹിറ്റ്ലർ ഉപയോഗിച്ചത് കീഴടക്കാൻ വേണ്ടിയാണ്. അതാണ് റേഡിയോയുടെ ഏറ്റവും വലിയ അപകടം. അത് മറ്റെല്ലാവരെയും നിശബ്ദ ശ്രോതാക്കളാക്കി മാറ്റുന്നു. എന്നാൽ അതിൻ്റെ മൂന്നാമത്തെ ഒരു തലമുറ റേഡിയോ വന്ന സമയത്ത് റേഡിയോ സ്റ്റേഷനുകൾ, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യത്താണ്, സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ഗവൺമെൻറ്റുകളാണ് റേഡിയോയെ ജനകീയമാക്കിയതിൽ ഏറ്റവും പ്രമുഖമായ പങ്ക് വഹിച്ചത്. ഇന്ത്യയിലെ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ നെഹ്റു ഗവൺമെൻറ്റിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. നെഹ്റു ഓൺവേർഡ്സ് ആരായാലും ശരി, ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ടവർക്കും ദളിത് വിഭാഗക്കാർക്കും അതുപോലെ സാധാരണ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ റേഡിയോ സ്റ്റേഷനിൽ പോയി പ്രക്ഷേപണം ചെയ്യാം എന്ന അവസ്ഥ വന്നത് ഇന്ത്യയിലായിരുന്നു ആദ്യം. ഇന്ത്യയുടെ വൈവിധ്യം ആലോചിച്ച് നോക്കൂ. ഇത്രയേറെ ഭാഷകൾ, ഇത്രയേറെ തരത്തിലുള്ള ജനതകൾ, ഇത്രയേറെ സാംസ്കാരിക വൈരുദ്ധ്യം, ഇവയെല്ലാം റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ആർക്കും റേഡിയോയിലൂടെ സംസാരിക്കാം എന്ന അവസ്ഥ നെഹ്റു ഗവൺമെൻറ്റിൻ്റെ കാലം തൊട്ട്, അതായത് 1947 സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതാണ് റേഡിയോയുടെ വൈവിധ്യം എന്ന് പറയുന്നത്. എന്ത് അതിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നു എന്നതല്ല, അതിൻ്റെ സന്ദേശമല്ല, അതിൻ്റെ വൈവിധ്യമാണ് അതിൻ്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. അത് എത്രത്തോളം വൈവിധ്യമുണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം അത് ജനാധിപത്യവൽകൃതമാകും. നേരെ മറിച്ച് ഹിറ്റ്ലർക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റൂ, സ്റ്റാലിന് മാത്രമേ സംസാരിക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ വൈവിധ്യമുണ്ടാവില്ല, അത് ജനാധിപത്യ റേഡിയോ ആവില്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഒറ്റ കാര്യമേ ഇനി പറയാനുള്ളൂ, നീട്ടി കൊണ്ടുപോകുന്നില്ല. ഇത് സംബന്ധിച്ച് നമ്മുടെ പൊതുജനങ്ങളുടെ ആശയങ്ങളെ മൊത്തമെടുത്ത് ഒരു പൊതുജന സമിതി ഉണ്ടാക്കലാണ് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിലെ ഈ പ്രക്ഷേപണ സംവിധാനങ്ങളുടെയും അതുപോലെ മാധ്യമങ്ങളുടെയും കർമ്മം എന്ന് ചോംസ്കി പറഞ്ഞിട്ടുണ്ട്. ഈ ചോംസ്കിയെ പോലെ ദുഷ്ടനായ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ ലോകത്തിലില്ല എൻ്റെ അഭിപ്രായത്തിൽ. ചോംസ്കിയാണ് ദ വേഴ്സ്റ്റ്. കാരണം ചോംസ്കി ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിൽ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദർശരാഷ്ട്രമായ സോവിയറ്റ് യൂണിയനിലാണ് ഈ പൊതുജന മാധ്യമങ്ങളെ ഏറ്റവും അധികം ഗവൺമെൻറ് കയ്യിലെടുത്തത്. എന്താ പറയുക, മാനുഫാക്ചറിങ് ഓഫ് കൺസെൻറ്റ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടൊരു പ്രയോഗമുണ്ട്. ഈ കൺസെൻറ്റ് ഏറ്റവും അധികം ഉണ്ടാക്കിയത് എവിടെയാണ്? അത് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിലല്ല,
അമേരിക്കയിലല്ല, ഇന്ത്യയിലല്ല, ഇംഗ്ലണ്ടിലല്ല, ഫ്രാൻസിലല്ല, മറിച്ച് ഏകാധിപത്യം നിലനിന്ന രാജ്യങ്ങളിൽ ഒന്ന് ലിസ്റ്റ് എടുത്തു നോക്കൂ. അത് ഹിറ്റ്ലറുടെ ജർമ്മനി ആയാലും സ്റ്റാലിൻ്റെ സോവിയറ്റ് യൂണിയൻ ആയാലും ഇത്തരം രാജ്യങ്ങളിലാണ് കൺസെൻറ്റിൻ്റെ, അതായത് പൊതുജന സമ്മതി കൃത്രിമമായി മാധ്യമങ്ങളിലൂടെ സൃഷ്ടിച്ചത്. ഇക്കാര്യം ചോംസ്കി പറയില്ല. കാരണം ചോംസ്കിക്ക് തങ്ങളുടെ രാഷ്ട്രീയ മേലാളന്മാരെ പൂജിക്കേണ്ടതുണ്ട്. ധൈര്യമില്ല സ്റ്റാലിനെതിരെ സംസാരിക്കാൻ. എന്നിട്ട് അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്ത് വന്നതാണ് ചോംസ്കിയുടെ കുടുംബം. എന്നിട്ട് ആ ചോംസ്കി അവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയെ കുറ്റം പറയുന്നു. ചോംസ്കിക്ക് അത് സംസാരിക്കാനുള്ള അവസരം എങ്ങനെ കിട്ടി? ബിക്കോസ് അമേരിക്ക ഈസ് എ ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി. ഇപ്പോഴും നമുക്ക് അമേരിക്കയിലിരുന്ന് ട്രംപിനെ ചീത്ത പറയാം. ക്യാൻ യു ഡു ദ സെയിം തിങ് അഗൈൻസ്റ്റ് കിം ഇൻ നോർത്ത് കൊറിയ? പറ്റില്ല. നോർത്ത് കൊറിയയിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കൺസെൻറ്റ് എന്ന് പറയുന്നത്, പൊതുജന സമ്മതി എന്ന് പറയുന്നത് കൃത്രിമമായി സൃഷ്ടിച്ചത് ഈ ഏകാധിപത്യ രാജ്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടായോ. തീർച്ചയായും ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയും ഇത് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ 2 കൊല്ലം കൊണ്ട് ഇന്ദിരാഗാന്ധി എന്നെ അത് വേണ്ടാന്ന് വെച്ചു, അത് അവസാനിപ്പിച്ചു. ഇവിടെയും തെറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷേ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊരു തിരുത്ത് വടക്കൻ കൊറിയയിൽ സംഭവിക്കുമോ? അപ്പോൾ ഇതാണ് എനിക്ക് റേഡിയോയെക്കുറിച്ച് പറയാനുള്ളത്. ജനാധിപത്യ വിരുദ്ധമായ കൊളോണിയൽ പാരമ്പര്യത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ജനാധിപത്യ റേഡിയോ ഉണ്ടായി വരുന്നു. ഇതാണ് അതിൻ്റെ രാഷ്ട്രീയ ചരിത്രം. നമസ്കാരം. താങ്ക് യു സർ. ഔപചാരികമായി നന്ദി അർപ്പിക്കുവാൻ വേണ്ടി മുകുന്ദൻ മരുതോങ്കരയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റേഡിയോത്തിലെ രാഷ്ട്രീയം എന്ന വിഷയത്തെ വളരെ കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ച ശ്രീ നരേന്ദ്രൻ സാറിനും അതുപോലെ മോഡറേറ്റർ ശ്രീ ബാബു ജിയത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.